അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഹാദിയ ഓരോന്ന് ആലോചിച്ചു നിന്നു. തൻ്റെ പ്രിയപ്പെട്ട ആഷിഖ് ഉസ്താദ് പറഞ്ഞ ഉപദേശങ്ങൾ, അതെ, ആഷിഖ് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തും. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിഷമിപ്പിക്കില്ല. ഹാദിയുടെ മനസ്സിൽ ആഷിഖ് ഉസ്താദ് പറഞ്ഞ ആ ഒരു സ്റ്റോറി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരാളോട് പ്രണയം തോന്നുകയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടിക്ക് അയാളോടുള്ള പ്രണയം വീട്ടുകാരോട് അവൾ തുറന്നു പറഞ്ഞപ്പോൾ വീട്ടുകാർക്കതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ പറഞ്ഞു, അത് വേണ്ട, അത് നമ്മൾക്ക് പറ്റില്ല. പക്ഷേ മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ അവൾ അയാളെ ഭർത്താവായി തിരഞ്ഞെടുത്തു. അങ്ങനെ അതാ അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു പോയി. വിഷമിച്ച മാതാപിതാക്കൾക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നാലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ പൊന്നുമോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് പോയല്ലോ എന്നാലോചിച്ചിട്ട് ആ മാതാപിതാക്കളുടെ കണ്ണുനീർ എന്നും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ പെണ്ണ് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. പക്ഷേ ഭർത്താവിൻ്റെ കൂടെ സുഖസുന്ദരമായ ജീവിതമായിരുന്നു അവൾക്ക്. ഭർത്താവ് അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, എല്ലാ രീതിയിലും നോക്കുന്നുണ്ട്. പക്ഷേ ഭർത്താവ് എത്രയൊക്കെ തന്നെ സ്നേഹം തനിക്ക് തന്നിട്ടും എത്ര സുഖസൗകര്യങ്ങൾ നൽകിയിട്ടും തൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു കണ്ണുനീരിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഭർത്താവ് ആശ്വസിപ്പിക്കും, സാരമില്ല, അവർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തേടി വരും, നമ്മെ സ്വീകരിക്കും. എന്നാൽ ഒരിക്കൽ പോലും അവർ അതിന് തയ്യാറായില്ല. അങ്ങനെ ഒരു മകൾ ഞങ്ങൾക്കില്ല എന്നവർ വിധി എഴുതി. എന്നാൽ സങ്കടത്തോടെ പ്രയാസപ്പെട്ട ആ പെൺകുട്ടി അന്നു മുതൽ അവളുടെ മാതാപിതാക്കൾക്ക് കത്തെഴുതി തുടങ്ങി. അതെ, മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ, അത്രക്കും വിഷമത്തോടെ അവൾ എഴുതുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് കത്ത്. അവൾ കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഒരൊറ്റ മറുപടി പോലും വന്നില്ല ആ അഡ്രസ്സിൽ നിന്ന്. അവൾ ഒരുപാട് വിഷമിച്ചു വീണ്ടും വീണ്ടും കത്തെഴുതി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പൊതി അതാ തനിക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ വന്നു കിടക്കുന്നു. അതെ, തനിക്ക് എന്തോ ഒരു വലിയൊരു ഗിഫ്റ്റ് തൻ്റെ മാതാപിതാക്കളുടെ അഡ്രസ്സിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഒരു നിമിഷം അവൾ സന്തോഷിച്ചു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് എന്തൊരു സമ്മാനം തന്നയച്ചിട്ടുണ്ടല്ലോ. അവൾ ആ പൊതി നെഞ്ചോട് ചേർത്തു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മാതാപിതാക്കളെ കെട്ടിപ്പിടിക്കുന്ന പോലെ അവൾ ആ പൊതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതെ, അവൾക്ക് സന്തോഷമായിരുന്നു. കാരണം താൻ ഇത്രയധികം കത്തുകൾ അയച്ചിട്ടും ഒരു കത്ത് പോലും എനിക്ക് ഇതുവരെ മറുപടി അവർ അയച്ചിട്ടില്ല. അതിന് പകരമായിക്കൊണ്ട് എനിക്കിതാ വലിയൊരു പെട്ടി തന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നിരിക്കുന്നു. അതെ, എന്തോ ഒരു സാധനം. ഹോ, എന്നാലും എൻ്റെ മാതാപിതാക്കൾ. അവൾ ഒരു നിമിഷം സന്തോഷത്തോടെ ആ പൊതി അതാ പതുക്കെ അഴിക്കുകയാണ്. പതുക്കെ പതുക്കെ അവളതിൻ്റെ കെട്ടുകൾ അയച്ചു. ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവൾ അതൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അവൾ സങ്കടപ്പെട്ട് നിലത്തിരുന്നു പോയി. അതെ, കണ്ണീരോടെ അവളുടെ മാനസിക നില ആകെ അങ്ങ് തെറ്റി. ശാരീരികമായും മാനസികമായും അവൾ വിഷാദരോഗത്തിന് അടിമയായി തീർന്നു. പതുക്കെ പതുക്കെ അവൾ തൻ്റെ ജീവിതം അതെ അവളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ അവൾക്ക് തോന്നി. ഇല്ല, ഇനി എനിക്ക് കഴിയില്ല ജീവിക്കാൻ. അവൾക്ക് വിഷാദരോഗം പിടിപെട്ട് ശാരീരികമായും മാനസികമായും അവൾ തളർന്നു. അവൾക്ക് ആരോഗ്യമില്ലാതായി. ഒടുവിൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതെ, എന്തായിരുന്നു മാതാപിതാക്കൾ അവൾക്ക് അയച്ചത്? എന്തായിരുന്നു? ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയത് എന്തുകൊണ്ടായിരിക്കും? എന്നാൽ അവൾ മരണപ്പെട്ടു കഴിഞ്ഞതിൽ വളരെയധികം ദുഃഖിതനായ ഭർത്താവ്, ആ ഭർത്താവ് അത് കണ്ടു. അതെ, അവൾക്ക് കൊണ്ടുവന്ന ആ ഒരു പൊതി അതിലെന്തായിരിക്കും എന്നുള്ളത് അവളുടെ ഭർത്താവ് പതുക്കെ ഓരോന്നായിട്ട് തുറന്നു നോക്കിയപ്പോൾ അതെ,
തൻ്റെ ഭാര്യ അവളുടെ മാതാപിതാക്കൾക്ക് അയച്ച കത്ത് ഒന്ന് പൊട്ടിക്ക പോലും ചെയ്യാതെ എല്ലാം തിരിച്ചയച്ചിരിക്കുകയാണ്. അതിൽ അവൾ മനം നൊന്തതാണ്. എൻ്റെ ഭാര്യ പെട്ടെന്ന് മരിക്കുവാനുള്ള കാരണം അതുകൊണ്ട് തന്നെ. എന്നാൽ അദ്ദേഹം ആ കത്തുകൾ ഓരോന്നായി വായിച്ചു. അതെ, ആ കത്തുകളിലെ ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ ആരുടെയും ഹൃദയം അലിഞ്ഞു പോകും. അത്രക്കും സങ്കടകരമായ രീതിയിലുള്ള കത്തുകളായിരുന്നു, വരികളായിരുന്നു അവൾ എഴുതിയിരുന്നത്. എന്നാൽ അദ്ദേഹം ആ കത്തുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പുസ്തകമാക്കി മാറ്റി അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു, ആദ്യമായി നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ, അവരെ ഒരിക്കൽ പോലും നമ്മൾ വിഷമിപ്പിക്കരുത്. അഥവാ വിഷമിപ്പിച്ചാൽ പിന്നീട് ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സുഖങ്ങൾ അതെത്ര മധുരമേറിയതാണെങ്കിലും അതെത്ര കയ്പായാലും അതൊഴിവാക്കുക. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് വിജയിക്കും നമ്മൾ, അതുറപ്പാണ്. അതല്ല, അവരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എത്രയൊക്കെ തന്നെ സ്നേഹമുള്ള ജീവിതമാണെങ്കിലും അധികം ജീവിക്കാൻ കഴിയില്ല. അതിനു മുമ്പേ പൊഴിഞ്ഞു പോകും നമ്മൾ. അദ്ദേഹം അങ്ങനെയാണ് ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കത്തുകൾ അത് എല്ലാം കൂട്ടിച്ചേർത്ത് അതൊരു പുസ്തകമാക്കി മാറ്റി. അത് ഒരാളും മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത്. ആഷി ഉസ്താദ് പറഞ്ഞ ആ കഥ അവൾ ഓർത്തു. അതെ, എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, എൻ്റെ പ്രിയപ്പെട്ട ആഷി ഉസ്താദ് എനിക്ക് ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഈ ഒരു ക്ലാസ് അത് ശരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് പറ്റിയതാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഉറപ്പിച്ചു, എൻ്റെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി അതെ, ഒരിക്കലും ഞാനവരെ വിഷമിപ്പിക്കില്ല. സത്യമായിട്ടും എൻ്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ 100 വട്ടം സമ്മതം തന്നെയാണ്. അതെ, നല്ല രീതിയിൽ അവർ കണ്ടെത്തി തന്ന ആളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എങ്കിൽ ജീവിതം സന്തോഷകരമാകും. അതല്ല എങ്കിൽ അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ബന്ധത്തിന് മുതിരാതിരിക്കുക. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് നല്ല ബന്ധമായിരിക്കും. അതല്ലാതെ അവരെ മനസ്സ് വെറുപ്പിച്ചുകൊണ്ടായി കഴിഞ്ഞാൽ അതിൽ വിജയം ഉണ്ടാവില്ല. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു തന്ന ഉപദേശങ്ങൾ, കാര്യങ്ങൾ എല്ലാം അവൾ ഓർത്തു. അല്ലാ റബ്ബേ, ഉസ്താദ് അവിടെ എത്തിയോ ആവോ, എന്തൊക്കെയാണാവോ സ്ഥിതി. റഹ്മാനെ, ഉസ്താദിന് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ഒരുപാട് അറിവുകൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതാ നമ്മുടെ ആഷി ഉസ്താദ് അവിടുത്തെ കോളേജിൽ പ്രവേശിച്ചു. അവിടെ ഉപരിപഠനം തുടങ്ങിക്കഴിഞ്ഞു. അതെ, നാളെയാണ് നമ്മുടെ ഹാദിയയുടെ നിക്കാഹ് ദിവസം. അതെ, നിക്കാഹ് കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു നിമിഷം അവൾ ഓർത്തു അവളുടെ കാര്യങ്ങളെല്ലാം. എന്നാൽ ഇതിനിടയിൽ ഹബീബ് ഉസ്താദും ഐഷുവും ഉംറക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ കോളേജിലെ 2 പുലികൾ പോയി കഴിഞ്ഞപ്പോൾ എന്തെന്നറിയില്ല, കോളേജ് മൊത്തം ആകെപ്പാടെ ഒരു ശോകമൂകമായ അവസ്ഥ. എന്നാൽ ഹാദിയ അതിനുശേഷം കോളേജിൽ പോയില്ല. അത് ഷെഫി ഉസ്താദ് ഇല്ലാത്തൊരു കോളേജ്. അത് അവൾക്ക് ആലോചിക്കാൻ കൂടി കഴിയണില്ലായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എല്ലാവരെയും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചു. പിതാവ് തന്നെ കോളേജിൽ പോയിട്ട് എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു. നാളെയാണ് ഹാദിയയുടെ കാത്തിരുന്ന നിക്കാഹ്. മനസ്സിനുള്ളിൽ പലവിധ വിഷമങ്ങൾ, കാര്യങ്ങളുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ സന്തോഷം ഒരിക്കൽ പോലും ഞാൻ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വേണം. അതിനുവേണ്ടി അവൾ മണവാട്ടിയായി ഒരുങ്ങിക്കഴിഞ്ഞു. അവളുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും അതാ അവിടെ എത്തി. അവരെല്ലാവരും ഫോട്ടോഷൂട്ടെല്ലാം തുടങ്ങി. എന്നാൽ ഹാദിയ മണവാട്ടിയായി നിൽക്കുന്ന തലേ ദിവസത്തെ ആ ഫോട്ടോ അവർ ഗ്രൂപ്പിലിട്ടു. അന്ന് രാത്രി അതാ ആഷിഖ് ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ട് ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി. അല്ലാ, മാഷാ അല്ലാ. അതെ, ഹാദിയ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഇല്ലാത്ത പോലെയാണല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ ഉസ്താദ് വോയിസ് വിടുന്നു. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ എല്ലാവരും നിങ്ങൾ ഹാദിയയുടെ കല്യാണത്തിനാണല്ലേ
എന്തൊക്കെ തന്നെയല്ലോ മാഷാ അല്ലാ എല്ലാം റാഹത്തായി നടക്കട്ടെ. പിന്നെ പ്രത്യേകമായിട്ട് ഹാദിയ കുട്ടീനോട് എനിക്ക് പറയാനുള്ളത്, മനസ്സ് നല്ല രീതിയിൽ സന്തോഷിക്കുക കേട്ടോ. വിവാഹം എന്നൊക്കെ പറഞ്ഞാലേ അതൊന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ റാഹത്തായിട്ട് നല്ല മനസ്സോടു കൂടി ഭർത്താവിനെ വീട്ടിലേക്ക് പോവുക. ഇൻഷാ അല്ലാ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അത് ആഷിഖ് ഉസ്താദിൻ്റെ വോയിസ് വന്നതും അവരെല്ലാവരും അത് ഹാദിയൊക്കെ കേൾപ്പിച്ചു കൊടുത്ത്, എടി നോക്ക്, ആ എന്തായാലും മറന്നിട്ടില്ലല്ലേ നിങ്ങൾ ഫോട്ടോ ഇട്ടോ? അതെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിൽ വിട്ടു. അതാണ് എന്തായാലും ആഷിഖ് ഉസ്താദിന് അത് വല്ലാതെ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഉണ്ടെങ്കിലിപ്പോൾ ഉസ്താദുമാരെ കൂട്ടത്തിൽ അവർ വരുമല്ലോ. ഇന്ന് രാത്രിയും നാളെ പകലൊക്കെ ആയിട്ട് ഉസ്താദുമാർ എത്തുമല്ലോ അല്ലേ. ഇന്ന് മൈലാഞ്ചി കല്യാണം ആയതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സുകളെല്ലാവരും വന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന തിരക്കിലും എല്ലാമാണ്. ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ അറബിക് നൈറ്റ്, അങ്ങനെ പല പല രീതിയിലുള്ള കല്യാണങ്ങൾ, തലേ ദിവസം ഹൽദി, അങ്ങനെയൊക്കെയായിട്ട് 2-3 ദിവസങ്ങളിലായിട്ട് അറക്കൽ തറവാട് കല്യാണ വീട് വളരെയധികം ഉഷാറായി ഒരുങ്ങിയിരിക്കുന്നു. അതെ, വരുന്നവർക്കെല്ലാം സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും എല്ലാം ഒരുക്കുന്നുണ്ട്. അതെ, ചുരുക്കി പറഞ്ഞാൽ ഹാദിയുടെ കല്യാണം ശരിക്കും നല്ലൊരു ആഘോഷമായിട്ട് എല്ലാവരും കൊണ്ടാടുകയാണ്. നാളെയാണ് നിക്കാഹ്. അതെ, നിക്കാഹ് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോകും. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അതെ, ഞാൻ ജസീറിൻ്റെ വീട്ടിലെത്തും. ഒരു നിമിഷം ഹാദിയ ആലോചിച്ചു. റബ്ബേ പഠിച്ചോനെ, നല്ല മനസ്സുള്ളവരാക്കണേ അല്ലാ. ഉസ്താദുമാരെന്ന് വെച്ചാൽ ഒരു സമാധാനമായിരുന്നു, ധൈര്യമായിരുന്നു. അതെ, അവരെക്കുറിച്ച് പറയുമ്പോൾ അവരറിവുള്ളവരല്ലേ, അവരൊരിക്കലും പെണ്ണിനെ കഷ്ടപ്പെടുത്തൂലല്ലോ. ഇത് എങ്ങനത്തെ ആൾക്കാരാ അറിയില്ല. അതെ, ഇത്താത്തമാരൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്, നിൻ്റെ ഫ്രീക്കൻ ചിക്കൻ നാളെ എത്തുമല്ലോ നിക്കാഹിന് എന്നൊക്കെ പറഞ്ഞ്. റബ്ബേ, സത്യമായിട്ടും ഞാനൊരിക്കലും ഫ്രീക്കൻ ചിക്കൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് സാധാരണ രീതിയിൽ നല്ല രീതിയിൽ സ്വാലിഹായ രീതിയിൽ നടക്കുന്ന ഭർത്താവിനെയാണ് ആവശ്യം. അല്ലാ, ഇനിയിപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ല, നല്ല സ്വാലിഹായൊരു ഭർത്താവ് ആയാൽ മതിയായിരുന്നു റഹ്മാനെ. അല്ലെങ്കിൽ വേഷത്തിലൊന്നും വലിയ കാര്യമില്ലല്ലോ. എന്താ ആലോചിച്ചിരിക്കണത്? മൈലാഞ്ചി കൈകൾ മലർത്തിപ്പിടിച്ചുകൊണ്ട് അവളിരുന്ന് ഓരോന്ന് ആലോചിക്കുമ്പോൾ ഏട്ടത്തിമാർ വന്നു. ഒന്നുമില്ല. എന്നാലും എന്താടി ഹാദിയ എൻ്റെ മുഖത്തൊരു വിഷമം? സാധാരണ രീതിയിൽ കല്യാണത്തിന് തലേന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, ഈ എന്തെങ്ങനെ? ഒന്നുമില്ല ഇത്താത്ത. പിന്നെ നാളെ രാവിലെ തന്നെ അവരെത്തും. നിക്കാഹിന് മുമ്പായിട്ട് നിന്നെ മാറ്റിപ്പൊക്കെ കേൾക്കും. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഉച്ചയോട് കൂടി നിങ്ങൾ പോവുകയും ചെയ്യും. പിന്നെ പുതിയ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഉമ്മ പറഞ്ഞേക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, നല്ല രീതിയിലൊക്കെ നിൽക്കണം. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഉമ്മാനെയും ഉപ്പാനെയൊന്ന് വിളിച്ച് കരയരുത്. കാരണം കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് ശരിയാവും. ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് പുതിയൊരു ജീവിതം തുടങ്ങല്ലേ, പുതിയ ആൾക്കാരടുത്ത് നിൽക്കല്ലേ. അതെ, തികച്ചും ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളും ആയിരിക്കില്ല, അവിടെ വേറെ ആയിരിക്കും. എന്നാലും ഇവിടുത്തെ മോളാണ് നീയെ. ഇവിടെ നിനക്ക് സെർവൻറ്റും ഉമ്മയും ഉപ്പയും എല്ലാം ഉണ്ട്. പിന്നെ അവിടുത്തെ മരുമകളാണ്, അവിടെ സെർവൻറ്റും എല്ലാവരും ഉണ്ടാവും. പക്ഷേ എന്നാലും മരുമകളാണ് നീ, അത് മറക്കരുത്. അതെ, സ്വന്തം മോൾക്ക് ആയിരിക്കില്ല അവിടെ മരുമകളുടെ സ്ഥാനമായിരിക്കും നിനക്കുണ്ടാകുക. പിന്നെ ഞങ്ങളൊക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിക്കണേ, പിന്നെ കുറച്ചൊക്കെ ശരിയാവുന്നേ. ഫസ്റ്റ് ടൈം ആ ഒരു പുതിയ വീട്ടിലേക്ക് പോയിട്ട് ആ പുതിയ ആളുമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. അതൊന്നും കാര്യമാക്കണ്ട. എന്തൊക്കെ തന്നെയായാലും ഞാനൊക്കെ പറഞ്ഞ പോലെ കേട്ടോ. നാളെ അവിടെ എത്തുമ്പോൾ പലതും കുത്തി കുത്തി ചോദിക്കുകയൊക്കെ ചെയ്യും. അതെ, പലതും ചിലർ ബോഡി ഷേമിങ് എടുത്തും, ചില ആളുകൾ പുതിയാപ്പിളിനും പുതിയന്നെ ഒപ്പം നിർത്തിയിട്ട് ചെക്കൻ്റെ അത്ര പെണ്ണ് പോരാ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നീ അങ്ങനെ അല്ല കേട്ടോ, നീ സുന്ദരി തന്നെയാണ്. അതേപോലെ പെണ്ണ് തടിയില്ലല്ലോ, പെണ്ണ് നീളം കൂടുതലാണല്ലോ, പെണ്ണ് നീളം കുറവാണല്ലോ, അയ്യേ പുതിയണ്ണയും തീരെ മുടില്ല, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ ഒക്കെ ഉണ്ടാവും. ആ പെണ്ണിൻ്റെ മുഖത്തൊരു പുള്ളിയുണ്ട്, നിറം കുറവാണ്, കുറച്ച് കൂടുതലാണ് കളറ് അല്ലേ, ഇത്ര കുറച്ച് ഓവറാണ്, അങ്ങനെ പല രീതിയിലുള്ള കമൻസും വരും. അതൊക്കെ ഇതിലൂടെ വിടുക. അതൊന്നും കേട്ട് സങ്കടപ്പെടാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ഭർത്താവായാലും ചില ആൾക്കാർക്ക് നല്ല സ്നേഹത്തോടെയുള്ള സ്വഭാവമായിരിക്കും, ചിലർക്കാണെങ്കിലോ കുറച്ച്
ഗൗരവക്കാരായിരിക്കും. അതൊക്കെ പിന്നെ അങ്ങോട്ട് ശീലാവും. കേട്ടോ ഹാദിയ? ജ്യേഷ്ഠത്തിമാരുടെ ഉപദേശം കേട്ട് അവൾ തലയാട്ടി. ഓ, എന്താ ഉറക്കം വരുന്നുണ്ടോ? കൈകളിലെ മൈലാഞ്ചി ഉണങ്ങിയിട്ടിരുന്ന് അത് ഊരിയിട്ട് ഉറങ്ങിക്കോ. അപ്പോഴേക്കും ഉമ്മ വന്നു ഫുഡുമായിട്ട്. മോളെ, നീ എന്തെങ്കിലും ഫുഡ് കഴിച്ചില്ലല്ലോ, എന്നാ എന്ന് പറഞ്ഞ് ഉമ്മ അവളുടെ വായിലേക്ക് ഫുഡ് വാരിക്കൊടുത്തു. അതെ, എപ്പോഴുള്ള ഒരു സംഭവമല്ല ഇട്ടത്. കല്യാണത്തിന് തലേന്നൊക്കെ മൈലാഞ്ചി ഇട്ടിരിക്കുമ്പോഴേ ഉമ്മാൻ്റെ കൈ കൊണ്ട് ഒരു പിടി ചോറ് വാരുത്തിയതെന്നൊക്കെ പറഞ്ഞാലേ അതൊരു സന്തോഷം തന്നെ. എപ്പോഴും കിട്ടൂല കേട്ടോ ഹാദിയ. നിങ്ങളൊന്ന് പൊയ്ക്കാനിട, എല്ലാവരും കൂടി ഓൾ ഇടങ്ങാറാക്കണ്ട, ജ്യേഷ്ഠത്തിമാരോട് ഉമ്മ പറഞ്ഞു. ഇല്ല ഉമ്മ, ഞങ്ങൾ ഓളൊന്ന് ഉപദേശിച്ചതാണേ. ഞങ്ങളും വലിയ വലിയ തറവാട്ടൊക്കെ എത്തിയത്. ഫസ്റ്റ് ടൈം ഞങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യം ഉണ്ടേന്. അപ്പോൾ ഓളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ റെഡി ആവും എന്നുള്ളത്. പിന്നെ ആണുങ്ങൾ നന്നായി കഴിഞ്ഞാൽ കഴിച്ചില്ലായിട്ടോ. ആണുങ്ങൾ നന്നായാലേ അതിനിപ്പോൾ വീട്ടിലത്തെ അമ്മായിമ്മയും പെങ്ങന്മാരൊക്കെ കടുപ്പം കാട്ടണോലൊക്കെ ആണെങ്കിലും കെട്ടിയ ആണ് നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ. കാരണം കുറച്ച് കാലല്ലേ ഉമ്മാൻ്റെയും പെങ്ങന്മാരൊക്കെ ഇപ്പോൾ നിൽക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള അത് നമ്മുടെ ആണുങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആണുങ്ങൾ നന്നായാൽ പെണ്ണ് രക്ഷപ്പെട്ടു. അതേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും കൂടിയുള്ള പേടിപ്പിക്കല്ലേ കേട്ടോ. ഉമ്മയുടെ വാക്ക് പേടിപ്പിക്കല്ലമ്മ, പറഞ്ഞെന്ന് മാത്രം. ആ, ജസീർ നല്ലവനായിരിക്കും, കണ്ടിട്ടൊക്കെ നല്ല ഫ്രീക്കൻ ചെക്കനാണ്, സ്വഭാവം കൂടി നല്ല ഫ്രീക്കൻ സ്വഭാവമായാൽ മതിയായിരുന്നു. മറ്റു താത്തമാർ ചിരിച്ചു. എല്ലാവരും മണവാട്ടിയെ നോക്കിയിരിക്കുന്നുണ്ട്. തലേദിവസം തന്നെ അതിമനോഹരമായ ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഹാദിയുടെ കല്യാണമാണ് നാളെ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.